നാടകീയ സംഭവവികാസങ്ങൾക്കൊടുവിൽ എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ LDF-ന് ഭരണം നഷ്ടമായി. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം 12-നെതിരെ 13 വോട്ടിന് പാസ്സായി. LDF വിമത അംഗം കലാരാജു UDF-ന് വോട്ട് ചെയ്തു. കഴിഞ്ഞ ജനുവരി 18-ന് ഇറങ്ങിയേറിയ നാടകീയ സംഭവങ്ങളുടെ ക്ലൈമാക്സിൽ കൂത്താട്ടുകുളം നഗരസഭയിൽ LDF-ന് ഭരണം നഷ്ടം. കനത്ത പോലീസ് കാവലിൽ അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ്. വിപ്പ് ലഭിച്ചിട്ടില്ലെന്നും UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നും LDF വിമത കലാരാജു. ട്വിസ്റ്റുകൾ ഉണ്ടാകുമെന്ന് LDF. ഒടുവിൽ 13 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിശ്വാസ പ്രമേയം പാസായി. പരാജയം രുചിച്ചതിന് പിന്നാലെ ജനാധിപത്യത്തെ കശാപ്പു ചെയ്യുന്നുവെന്ന് LDF-ന്റെ ആരോപണം. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന കുതിരക്കച്ചവടമാണ് നടന്നിട്ടുള്ളത്. ഇതിന്റെ പുറകിൽ വൻ സാമ്പത്തിക ഇടപാടാണ് നടന്നിട്ടുള്ളത്. LDF ചോദിച്ചു വാങ്ങിയ പരാജയം 6 മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിന്റെ സ്വാഭാവിക പ്രതികരണമെന്ന കലാരാജു. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു എന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ആ സ്ത്രീയോട് ഇതുപോലെ ചെയ്താൽ ക്ഷമിക്കണം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്റെ പ്രതികരണം ഇതാണ്. ഇവര് ചോദിച്ചു മേടിച്ച പരാജയമാണ്. വ്യക്തമായ ഭൂരിപക്ഷമുള്ള ചെയർമാൻ കൂത്താട്ടുകുളം ഭരിക്കുമെന്നും ഭരണസ്തംഭനം എന്നത് ആരോപണം മാത്രമാണ് എന്നും UDF-ഉം. കൂത്താട്ടുകുളം നഗരസഭയ്ക്ക് ഈ അവിശ്വാസ പ്രമേയം വിജയിച്ചതോടുകൂടി ഭൂരിപക്ഷമുള്ള ഒരു ചെയർമാനെ ലഭിക്കും. 25 പേരുള്ള കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലിൽ 12 LDF കൗൺസിലർമാർ വോട്ടെടുപ്പിൽ വിട്ടുനിന്നു. വിമതയായ കലാരാജുവിനെയും സ്വതന്ത്രനെയും ഒപ്പം ചേർത്ത് UDF അട്ടിമറി നടത്തി. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലും ട്വിസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 24 തൊടുപുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.